നമ്മുടെ കിളികൾക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം എടുക്കുന്ന സമയത്താണ് എൻ്റെ തൊട്ടടുത്ത് തന്നെ പെട്ടെന്ന് ഒരു അരണ എന്തിനോ സാപ്പിടാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ കണ്ടാണല്ലേ. വേഗം തന്നെ ഫോണൊക്കെ എടുത്ത് റെക്കോർഡിങ് ആരംഭിച്ച്. അരണ തിന്നാൻ ശ്രമിക്കുന്നത് ഒരട്ടനെയാണ്. പക്ഷെ കുറേ നേരം ശ്രമിച്ചിട്ടും അരണക്കനെ തിന്നാൻ പറ്റാണ്ടായില്ല. ഒരു ബബിൾ ഗം വായിട്ട് ചവക്കണ പോലെ ഇപ്പോൾ എൻ്റെ അവസ്ഥ ഉണ്ട്. സാധാരണ എരനേക്ക അരണ ഒന്ന് രണ്ട് കടിയൊക്കെ അടിച്ച് പിന്നാട് വിഴുങ്ങും. അതാണ് അരൻ്റെ അവസ്ഥ. പക്ഷേ അരൻ്റെ ഈ അവസ്ഥ കണ്ട സമയത്ത് എനിക്ക് മറ്റേ ചിക്കൻ നല്ല മുറ്റ എന്ന് പറയുന്ന KTS പടനേലിൻ്റെ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നത്. അരണയുടെ വായയിൽ അട്ടയുടെ കൊഴുത്ത സ്രവങ്ങൾ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആള് കുറച്ച് സ്റ്റക്കായി പോകണ്ടിട്ടാ. ഈ അട്ട ചത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനെ കഴിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു പണി പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചത്താലും ശരി, അരണേട്ടൻ്റെ മുന്നിൽ അടിയറവ് പറയുന്ന രീതിയിലാണ് അട്ടയുടെ അവസ്ഥ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ ഒന്നും പണി നടക്കില്ല. അതായത് ഇവനെ കഴിക്കണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് കുറേ നേരം കാത്തിരുന്ന് ഞാൻ കിളികൾക്ക് വെള്ളം വെച്ച് കൊടുക്കാൻ വേണ്ടി കൂട്ടിലേക്കടെ പോയി. 1-2 മിനിറ്റ് കഴിഞ്ഞാൽ വന്ന് നോക്കുമ്പോണ്ട് നമ്മുടെ സണ്ണിക്കുട്ടൻ പണി പറ്റിച്ചിട്ടുണ്ട്. ആ കറക്റ്റ് ടൈമിങ് നമ്മൾ എന്താണോ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചത് ആ സമയം അവനെ നമ്മളെ പറ്റിച്ച് അവനെ അട്ടനെ അടിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ അരിശിമൂട്ടിൽ അട്ടക്കൂട്ടൻ തൈപ്പറമ്പിൽ അരണേട്ടൻ്റെ മുന്നിൽ അടിവേറ് പറഞ്ഞപ്പോൾ